തിരുവനന്തപുരം കളിക്കാവിളയിലെ ക്വാറി ഉടമയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായി. പ്രേക്ഷകർ ഓർമ്മയുണ്ടാകും, ഈ ക്വാറി ഉടമയുടെ കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. നേമം സ്വദേശി ഇന്നലെ അർദ്ധരാത്രിയാണ് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം കൈമനം സ്വദേശി ദീപുവിനെയാണ് തലയറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് നിന്നും സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നു. സലീം മാലിക്, യഥാർത്ഥത്തിൽ ഈ പ്രതി മലയാളിയാണെന്ന് അറിയുന്നു. കന്യാകുമാരി SP ആണ് അന്വേഷണം നടന്നെങ്കിലും ഈ പ്രതി മലയാളിയാണെന്ന് മനസ്സിലായി. എന്തായിരുന്നു ഈ ഇത്രയും നീചമായൊരു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം? SKN ഇപ്പോൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇനിയാണ് വ്യക്തത വരേണ്ടത്. അപ്പോഴും പ്രാഥമികമായി പോലീസ് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പണം ലക്ഷ്യം വെച്ചായിരുന്നു പ്രതി കൊലപാതകം നടത്തിയത് എന്നാണ്. മാത്രമല്ല, മുൻപ് മറ്റൊരു കൊലപാതക കേസിൽ കൂടി പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ അമ്പിളി എന്ന് പറയുന്ന അയാൾ. അമ്പിളി എന്നാണ് അയാളുടെ വിളിപ്പേര്. നിലവിൽ നേമം മലയം സ്വദേശിയാണ് അമ്പിളി. പോലീസ് ഒരു 6 ടീമായി തിരിഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ മുതൽ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. അതിന് പിന്നാലെയാണ് പ്രതിയിലേക്ക് എത്തിയത്. പ്രത്യേകിച്ചും ടവർ ലൊക്കേഷനിലൂടെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. ഈ കാറിൽ നിന്നും ഒരാൾ നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ മാത്രമായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതും അല്പം ദൂരെ മാറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ വ്യക്തമായിരുന്നില്ല. ഈ കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്ക് ചെറിയ മുടന്തുണ്ട് എന്നുള്ളത് മാത്രമായിരുന്നു പോലീസ് കണ്ടെത്തിയിരുന്നത് കാര്യം. പക്ഷേ അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി മുടന്തി നടന്നതാകാം എന്നൊരു സംശയവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഏറ്റവും ഒടുവിൽ ഈ ദീപ് നടത്തിയ കോളുകൾ ശേഖരിച്ചതിന് ശേഷം അതിന്റെ ഒരേ സമയം കളിക്കവിളയിൽ ഉണ്ടായിരുന്ന ആളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് ആ പ്രതിയിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ ഈ പ്രതി അവിടെ നിന്നും ഈ കൊലപാതകം നടത്തിയ സ്ഥലത്ത് നിന്നും 400 കിലോമീറ്റർ ദൂരം വരെ പിന്നിട്ടു എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തി. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമായിരുന്നു ആ നിലയിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. അതിന് പിന്നാലെ പോലീസ് പ്രതിയിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിക്കും. നെയ്യാറ്റിൻകരയ്ക്ക് സമീപത്ത് നിന്നാണ് ഈ പ്രതി ദീപുവിന്റെ വാഹനത്തിൽ കയറിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ആദ്യം തമിഴ്നാട് അതിർത്തിയിലേക്ക് മാർത്താണ്ഡ ഭാഗത്തേക്ക് പോയി. അതിന് പിന്നാലെ അവിടെ നിന്നും തിരിച്ചു വന്ന് ഈ കളിക്കവിളയിലേക്ക് തന്നെ തിരിച്ചു വന്നതിന് ശേഷം U-ടേൺ എടുത്ത് വീണ്ടും ഈ അതിർത്തിക്ക് ഭാഗത്തേക്ക് ഒറ്റാമരം എന്ന സ്ഥലത്തേക്ക് എത്തി വാഹനം സൈഡിൽ പാർക്ക് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഈ കൃത്യം നടത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ വാഹനം മാർത്താണ്ഡ ഭാഗത്തേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നതിന് കാരണം പ്രതി ഈ ദീപുവിന്റെ കഴുത്തിൽ കത്തി വെച്ചതിന് ശേഷം വാഹനം ഡ്രൈവ് ചെയ്യാൻ പറയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലെ വിലയിരുത്തൽ. ഇതിൽ ഔദ്യോഗികമായ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം തമിഴ്നാട് പോലീസിന്റെ തന്നെ ഔദ്യോഗിക വിശദീകരണവും ഈ വിഷയത്തിൽ അല്പസമയത്തിനകം തന്നെ ഉണ്ടാവുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് സലീം മാലിക്കാണ്. നിങ്ങൾക്കറിയുന്ന പോലെ കളിക്കാവിളയെ നടന്ന ഭീകരമായ കൊലപാതകത്തിൽ പ്രതിയെ പിടിച്ചു. ഈ പ്രതിയെ ഇപ്പോൾ തമിഴ്നാട് പോലീസിൻ്റെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്ത് വരികയാണ്. ഒരു ആക്രി കച്ചവടക്കാരനാണ് പ്രതി. പണം തട്ടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ അരും കൊല നടത്തിയതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ.